ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ കിച്ചൺ അപ്ലയൻസസിനെ ഒന്ന് പരിചയപ്പെടുത്തി പോകാമെന്ന് കരുതുന്ന ഒരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകെ ഞാൻ അടുത്തടുത്ത പാർട്സ് ചെയ്യാമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് ചില ഇതൊക്കെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസും കൂടിയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു 3 സാധനങ്ങളാണ്. അത് ഞാനിവിടെ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ മിക്സിയാണ്. പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 2019 വാങ്ങിച്ചത്, 4 വർഷമായി. അപ്പം അതുവരെ എൻ്റെ കയ്യിലിരുന്നത് വിഡിയം, പിന്നെ ഫിലിപ്സ് അതുപോലുള്ള മിക്സിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഫിലിപ്സ് എൻ്റെ കയ്യിലിരുന്നത് 250 വാട്ടിൻ്റെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തി മാത്രം അരയ്ക്കാം, അല്ലാതെ ഇപ്പം ദോശയൊക്കെ അരയ്ക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അടുത്ത പവറുള്ള പോട്ട് ഉള്ള വിഡിയം വാങ്ങിച്ചത്. അപ്പോൾ വിഡിയം വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അതിനെന്തൊരു കംപ്ലൈൻറ്റ് പറ്റി. അപ്പം ആ കൊറോണയുടെ സമയമായിരുന്നു. അന്നേരം ഓഫർ എന്തോ ഉണ്ടായിരുന്നു, 8000 ശിഷ്ടം രൂപയ്ക്ക് കണ്ട ഇത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് ഫുഡ് പ്രോസസ്സറും കൂടെ ഉള്ള ഒരു സംഭവം വേണം എന്ന് കരുതിയിട്ടാണ് ഈ പ്രീതി സോഡിയാക്കിൻ്റെ ഈ ഒരു സംഭവം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫുഡ് പ്രോസസ്സറിൻ്റെ ഒരു ജാറ് കിട്ടും, പിന്നെ ഒരു എന്താണ് ജ്യൂസിൻ്റെ ഒരു സംഭവം കിട്ടും, പിന്നെ ബാക്കി 3 ജാറ്, അതായത് നമുക്ക് അരയ്ക്കാനുള്ളത്, പൊടിക്കാനുള്ളത്, പിന്നെ ആ ചെറിയ ഇതിപ്പോൾ ഞാനിത് ചമ്മന്തി അരച്ച് വെച്ചേക്കാം. സോ ആ ചെറിയ ജാറും കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇത് 750 വാട്ടാണ്. അപ്പോൾ നല്ല പവറുള്ളൊരു സംഭവമാണ്. മെയിനായിട്ടും എൻ്റെ ഉദ്ദേശം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ എനിക്ക് ഗ്രൈൻഡറൊന്നുമില്ല. അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഞാൻ അരയ്ക്കുക ചെയ്യുന്നത്. അരി ഉഴുന്നുമൊക്കെ ഇട്ട് അരയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അരയ്ക്കുന്നത് നമ്മുടെ വീഡിയോത്തിലാണെങ്കിലും എനിക്കൊന്ന് 1-2 ബാച്ചായിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അരച്ചാൽ തന്നെ പെട്ടെന്ന് അത് ചൂടായിപ്പോയി നിന്നു പോകും. കാരണം അതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ് നമ്മൾ അരയ്ക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി കപ്പാസിറ്റി കൂടുതലുള്ള ഒരു സംഭവം വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ 750 വാട്ടിൻ്റെ തന്നെ നോക്കി. അതായത് ഒരു 600-ന് മേലെ അല്ലെങ്കിൽ ഒരു 700-ന് മേലെ ആണെങ്കിൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞും കിട്ടത്തുള്ളൂ, പെട്ടെന്ന് അരഞ്ഞും കിട്ടത്തുള്ളൂ, കാര്യം നടക്കത്തുള്ളൂ. പിന്നെ ഒരു ഗ്രൈൻഡറിലേക്ക് പോകാത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗ്രൈൻഡർ ഒത്തിരി ടൈം എടുക്കും. നമുക്ക് ഒത്തിരി ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ ശരി സമ്മതിച്ചു, പക്ഷെ ഒത്തിരി ടൈം എടുക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ എന്തൊരു 3 ദിവസത്തേക്കൊക്കെയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. ഈ അപ്പത്തിൻ്റെ അല്ല, ദോശയുടെ മാവ് ഞാനൊരു 3 ദിവസത്തേക്കൊക്കെയാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ അതിനിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ഈ ഒരൊറ്റ ജാറിൽ തന്നെ ഞാൻ 3 ദിവസത്തേക്ക് അരയ്ക്കണമെങ്കിൽ ഒരു സെറ്റ് ഉഴുന്ന്, പിന്നെ 2 സെറ്റായിട്ട് അരിയും അരച്ച് പെട്ടെന്ന് കാര്യം തീരും. അപ്പം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുമുണ്ട്. പിന്നെ പൊടിക്കുന്ന കാര്യം പറയുവാണെങ്കിൽ എന്തുവാ, ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം വീട്ടിൽ സാധനം വാങ്ങിച്ച് വെയിലത്തുണക്കി പൊടിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ഒരിടക്കാലത്താണ് ഇപ്പോൾ വീണ്ടും കറിപ്പൊടികളിലേക്ക് മാറിയത്. കാരണം എനിക്ക് പോയിട്ട് ഉണക്കാനുള്ള ഒരു പറ്റുന്നില്ല. ഉണക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്ത് കറി വല്ലാണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിലത്തിട്ട് ഉണക്കിയിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതല്ലാതെ വേറെ എന്ത് ചെയ്താൽ എന്തായാലും കഴുകി ഉണക്കണമല്ലോ. അപ്പോൾ അതിനൊരു ഇതില്ലാത്തത് കൊണ്ട് ഞാനിപ്പം എന്താണ് പൊടി മസാലയൊക്കെ തന്നെ കറി പൗഡർ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ വരെ മുളക് വാങ്ങിച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഉണക്കി പൊടിക്കുമായിരുന്നു. അപ്പോൾ പൊടിക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ആ കൊറോണ സമയത്തൊക്കെ ഞാൻ പൊടിച്ചുകൊണ്ടിരുന്നതാണ്. ഒരിടക്കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മല്ലി, മുളക്, പിന്നെ മഞ്ഞൾ അത്ര നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല, പക്ഷെ അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള രീതിയിൽ പൊടിഞ്ഞ് കിട്ടും മഞ്ഞൾ. പിന്നെ ജീരകം, നമ്മുടെ എന്താണ് തോരനൊക്കെ ഇടുന്ന പെരുംജീരകമല്ല, നല്ല ജീരകം, പെരുംജീരകം, പിന്നെ ഗരം മസാല, അതൊക്കെ ഇപ്പോഴും ഞാൻ ഇതിൽ തന്നെയാണ് പൊടിക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഉലുവപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഭയങ്കര കാര്യമായിട്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിന് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഫിലിപ്സിൻ്റെയും വിഡിയം ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ വാട്ട് 750 വാട്ട് ആയതുകൊണ്ടാണ് അത്രയും നല്ല പവർഫുള്ളായിട്ട് സംഭവം ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് ഫുഡ് പ്രോസസ്സറാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരാഴ്ചയിൽ ഒത്തിരി തവണ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം
അത്രയ്ക്ക് യൂസ് ചെയ്തത് പഴകി. അപ്പം ഇതിനകത്ത് 2 ബ്ലേഡ് കിട്ടും. ഇതാ ഇങ്ങനൊരു ബ്ലേഡും കിട്ടും, അല്ലാതെ ഇങ്ങനൊരു ബ്ലേഡും കിട്ടും. ഈ ബ്ലേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ചപ്പാത്തി കുഴയ്ക്കാൻ, പുട്ടിന് കുഴയ്ക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. ഞാനിതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് മിൻസ് ചെയ്യാനും, അല്ലാണ്ട് ഇപ്പോൾ പച്ചക്കറി ഒത്തിരി ഉണ്ട് പച്ചക്കറി, അതൊന്നും ഇപ്പോൾ തോരനാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ട് ഇട്ട് തോരനാക്കാനോ അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഇത് ബെസ്റ്റാണ്. ഇപ്പം ഒത്തിരി ഫുഡ് ഐറ്റം ഉണ്ടാക്കണം, ഇപ്പോൾ സവോള അരിയുന്നത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറ്റും. അപ്പം അങ്ങനെ ഭയങ്കര വിപുലമായ പരിപാടികളുണ്ട്. പിന്നെന്തുവാ മീൽ പ്രിപ്പ് ചെയ്ത് വയ്ക്കുമല്ലോ, അതിനൊക്കെ നമ്മൾ ഈ ഒരു ഫുഡ് പ്രോസസ്സർ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ട് ഇതാകണ്ട. പിന്നെ സ്ഥിരം ആഴ്ചയിൽ എപ്പോഴും ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ നമുക്ക് ഇത് അരയ്ക്കാം, അരി ഉഴുന്ന് അതൊക്കെ അരയ്ക്കാം. പക്ഷെ ഇതിനെക്കാട്ടിലും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ അരയ്ക്കുന്ന ആ ഒരു ജാറ്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചപ്പാത്തി, പുട്ട്, ഇതിനൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഈ പുട്ടൊക്കെ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ കുഴയ്ക്കുമ്പോൾ മറ്റേ അരിപ്പുട്ടും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഗോതമ്പിൻ്റെ പുട്ട് കട്ടയായിട്ടിരിക്കത്തില്ലേ, അങ്ങനെ ആവരത്തില്ല. ഇതിനകത്ത് നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒരേ രീതിയിൽ തരി പോലെ കിട്ടും, കട്ടയല്ലാതെ കിട്ടും. പിന്നെ ഇതിൻ്റെ ജ്യൂസർ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഇവിടെ ആരും അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും പഴം നേരിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നൊരു ഇതില്ല. അപ്പം വല്ലപ്പോഴും കൂടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഈ തണ്ണിമത്തങ്ങയൊക്കെ അതൊക്കെയാണ് മിക്കവാറും ജ്യൂസ് അടിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ബെസ്റ്റ് സാധനമാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുരു സംഭവങ്ങളും എല്ലാം നമുക്ക് പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഇതിൽ കൂടെ ഈ ഒരു ഇടത്തുകൂടെ നമുക്ക് ജ്യൂസ് മാത്രമേ കിട്ടും. ബാക്കി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഇരുന്നോളും. എത്ര ഇട്ടാലും അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു സാധനമാണ്. പക്ഷെ നമുക്കിവിടെ അത് യൂസ് ഇല്ല. പറയാൻ വിട്ടുപോയി, ഈ ഒരു ഫുഡ് പ്രോസസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബ്ലേഡ് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ ഈ തോരൻ അരിയാനുള്ള രീതിയിലുള്ളതും പിന്നെ അല്ലാണ്ട് സ്ലൈസ് ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട്. ഞാനിത് വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. ഉള്ള പോലെ പറയാം, ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ജാറെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഈ ജാറിൻ്റെത് ഈ ഒരു സംഭവം പൊട്ടിയിരിക്കുക. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് അത്ര ദഹിക്കാത്തത്. കാരണം ഇത് പ്ലാസ്റ്റിക് ആയിരുന്നു, അല്ല ബേക്ക് ലൈറ്റിൻ്റെ സാധനം. ഈ രണ്ട് ഇതുപോലൊക്കെ തന്നെ ഉള്ളത് തന്നെ ആയിരുന്നു. പക്ഷെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ ഇനി ഇത് ഞാൻ സ്ഥിരമായിട്ട് ഡിഷ് വാഷറിൽ ഇട്ട് കഴുകുമായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. 4 വർഷം കൊണ്ട് ഇതിൻ്റെ ഈ ഒരു സംഭവം പോകേണ്ടതല്ല. അപ്പം അത് എനിക്കൊരിച്ചിരി ഇഷ്ടക്കേടായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ട്. അതുപോലെ ഈ ഒരു സൈഡാണേലും അത് പൊട്ടിപ്പോയി, ഈ ഇതിൻ്റെ അടപ്പ്. അപ്പം അത് മാത്രമാണ് ഇതിനകത്തൊരു എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡിഷ് വാഷറിലിട്ടാണ് കഴുകുന്നത്. പക്ഷേ ബ്ലേഡിൻ്റെ മൂർച്ചയൊന്നും പോയിട്ടില്ല, നല്ല മൂർച്ചയൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇത് സംഭവം പൊട്ടി. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഇനാൽസ റോബോട്ട് എന്ന് പറയുന്ന ഒരു ചോപ്പറാണ്. ഹാൻഡ് ബ്ലെൻഡർ എന്ന് പറയാം. ചോപ്പർ കം ഹാൻഡ് ബ്ലെൻഡർ. ഇതിനെനിക്ക് തോന്നുന്നു 2000 3000 അങ്ങനെ കണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഞാൻ 2021 വാങ്ങിച്ചത് കേട്ടോ. 2021 2 വർഷം ആകാൻ പോകുന്നു. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് നമുക്ക് ഒരു പച്ച കളറിൽ പീജിയൻ്റെ മറ്റേ ഇങ്ങനെ വലിച്ച് ചെയ്യുന്നൊരു ചോപ്പറില്ലായിരുന്നു. അപ്പോൾ ആ ചോപ്പർ ഞാൻ 3 എണ്ണം ബാക്ക് ടു ബാക്ക് വാങ്ങിച്ചു. പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ സാധനം. പക്ഷെ അത് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ തപ്പിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു ഹാൻഡ് ബ്ലെൻഡർ. അപ്പോൾ ഇതിനകത്തെ കുറേ അധികം കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. ഇതിൻ്റെ കൂടെ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ മെയിൻ സംഭവം ഇതാണ്. അപ്പോൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ബാക്കി ഫങ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു ചോപ്പ് ചെയ്യാനുള്ളൊരു കണ്ടെയ്നർ കിട്ടും. അതിനകത്ത് ഇതുപോലൊരു ബ്ലേഡുണ്ട്. ഓക്കെ, ആ ബ്ലേഡ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് ഇവിടെ ഓണാക്കുകയോ ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് മിക്സ് ചെയ്യാൻ നമ്മൾ മിക്സിയിലെ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാനും അല്ലാണ്ടേ പറ്റും. ഇതിനകത്ത് ഇഞ്ചി
വെളുത്തുള്ളി ഇതൊക്കെ ഒരിത്തിരി ഉള്ളൂ, 1-2 എണ്ണേ ഉള്ളെങ്കിലും ഇത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് തരും. നമ്മുടെ മറ്റേ ആ ഒരു പിജിയൻ്റെ ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പം ഇതിൽ ഞാൻ കൂടുതലും പെട്ടെന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കണം എങ്കിൽ ഇപ്പം എന്താ പറയുന്നത്, ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കണമെങ്കിൽ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തിടുക, പിന്നെ എന്താണ് സവോളയാണെങ്കിലും സ്ലൈസ് ചെയ്ത് ഇടുക. അതുപോലെ തേങ്ങയാണെങ്കിൽ ഒന്ന് കൊത്തി എരിഞ്ഞ്, നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല, തേങ്ങ നമ്മളൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഇതിനകത്ത് നടക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ മിക്സിയുടെ ചെറിയ ജാറിനെക്കാട്ടിലും പച്ചമുളകും പിന്നെ എന്താണ് വെളുത്തുള്ളിയും അതുമൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് ഗിജായി കിട്ടും. അപ്പം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്യാനും ഒക്കെ പെട്ടെന്നാണ് കാര്യം. പിന്നെ അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇത് ഡെയിലി യൂസ് ഉള്ളൊരു സാധനം, ഡെയിലി യൂസ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നത്, ഇത് ഇങ്ങനെ ചതച്ചല്ല ഇങ്ങനെ കുഴച്ചൊക്കെ എടുക്കാനായിട്ട്. അത് പക്ഷെ നമുക്കധികം യൂസ് ഇല്ല, എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അധികം യൂസ് വരുന്നത്. നമ്മൾ ഈ കിഴങ്ങേറിയൊക്കെ വയ്ക്കത്തില്ലേ, കിഴങ്ങേറിയൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണമെങ്കിൽ നമ്മൾ തവി കൊണ്ട് ഉടയ്ക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ ഇപ്പം എന്തെങ്കിലും ഒന്ന് കുഴച്ചെടുക്കണമെങ്കിൽ അതൊന്ന് തണുത്ത് വന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോൾ ചൂടോടെ ഇതിൽ എന്താ അടുപ്പത്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഇതിന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ വൺസ് അത് തണുത്തതിന് ശേഷമല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ തണുക്കാതെ ആ തിളച്ച ചൂടോടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്കി മെയിൻ സംഭവം മുകളിലായിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നൊരു സാധനമാണ്, നല്ല സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ കിഴങ്ങൊക്കെ കുഴയ്ക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബീറ്റർ, എഗ് ബീറ്ററും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു കണ്ടെയ്നറും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ഓക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു പാൻ കേക്ക്, പിന്നെ ഇപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അത് ആ കട്ട കെട്ടാതെ കിട്ടണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. 1-2 ദോശ മാത്രമായിട്ട്, ഗോതമ്പ് ദോശ മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ യൂസാണ് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളമിട്ട് കലക്കി ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. അധികം പാത്രങ്ങൾ കഴുകാനില്ല, അതാ ഇതും മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ചതയ്ക്കാനോ പിന്നെ അരിയാനോ, സവോള കുഞ്ഞു അരിയാനോ ഒക്കെ ആയിട്ട്, ഇഞ്ചി ചതയ്ക്കാനോ ഒക്കെ ആയിട്ട്. ഇഞ്ചി ഈ കുഞ്ഞായിട്ട് കൊത്തി അരിയുന്നില്ലേ, അതാണ് ഇത് കേട്ടോ. അരയ്ക്കണമെങ്കിൽ നമ്മൾ മറ്റേ മിക്സി തന്നെ യൂസ് ചെയ്യണം. ഇത് ഈ നമ്മൾ മിക്സിക്കകത്തിട്ട് പെട്ടെന്ന് അരഞ്ഞു പോകല്ലേ, ഇതങ്ങനല്ല. ഈ കുനുകുന കൊത്തി എരിയുന്നതിന് തുല്യമായിട്ടാണ് ഇതിനകത്ത് സംഭവം കിട്ടുന്നത്. അപ്പൊ ഇനി ഇന്നത്തെ ഏറ്റവും അവസാനത്തെ എന്താണ് അപ്ലയൻസസ് എന്ന് പറയുന്നത് എൻ്റെ ചപ്പാത്തി മേക്കറാണ്. ചപ്പാത്തി മേക്കർ മിക്കവർക്കും ചപ്പാത്തി മേക്കറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇത് ഞാൻ ശരിക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് വാങ്ങിച്ചിട്ട് അറൗണ്ട് ഒരു 12 വർഷമെങ്കിലും ആയി കാണും. ഇത് ബജാജ് വാക്വോ എന്ന് പറയുന്ന ഒരു റോട്ടി മേക്കറാണ്. അതിന് കംപ്ലീറ്റ് അടപ്പും ഇളക്കി വെച്ചേക്കുവാണ് ഞാൻ. ഓക്കെ, ഇത് പക്ഷേ ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം, മുട്ട പൊരിക്കാം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. കറണ്ട് പോവാൻ ഗ്യാസ് ഇല്ല എങ്കിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും കുറേ നാൾ മുന്നേ നല്ല ചൂട് കുറുമക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് ഉണ്ടാക്കി പെട്ടെന്ന് ചൂടോടെ കഴിക്കാനാണെങ്കിൽ ആ ചപ്പാത്തി ഓക്കെയാണ്. അല്ല വെച്ചോണ്ടിരിക്കാനാണെങ്കിൽ ചപ്പാത്തി ഇതിലുണ്ടാക്കുന്ന ചപ്പാത്തി അത്ര എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പൂരിക്ക് അത് പരത്തണമല്ലോ. അപ്പോൾ ഇവിടെ സ്ഥിരം ആഴ്ചയിൽ ഒരു തവണ പൂരിയാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഉള്ള 1-2 വ്ലോഗ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സറിൽ പെട്ടെന്നാണ് പൂരി ഇവിടെ ഭയങ്കര പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് ഏറ്റവും ഒരു ദിവസം താമസിച്ചെണീറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൂരിയും കുറുമക്കറിയുമാണ്. അപ്പോൾ കുറുമക്കറി അവിടെ സെറ്റാക്കിയിട്ട് കുക്കറിലത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഫുഡ് പ്രോസസ്സറിൽ ചപ്പാത്തി അത് കുഴച്ചേച്ച് പിന്നെ കുറച്ചൊന്ന് എണ്ണ തടവി ചെറുതാക്കി ഇതിലങ്ങോട്ട് പരത്തിയെടുക്കും. ഇത് ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്ത് അത് പരത്തിയെടുത്ത് മാറ്റിയിട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പട പൂരി റെഡിയാണ്. അപ്പം
ഇങ്ങനെയാണ് ഈ 3 സംഭവങ്ങൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇത് വാങ്ങിക്കാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യാം. വാങ്ങിക്കാനോ ആയിട്ടൊരു പ്രൊമോഷനോ സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.